നമുക്കൊരു പാട്ട് കേട്ടാലോ? എല്ലാവർക്കും കാണാനും ഇഷ്ടമുള്ള ഒരു പാട്ടുകാരി ഇതാ തയ്യാറായിരിക്കുകയാണ് കോഴിക്കോട്ട് നിന്ന്. ഒപ്പം സഹോദരൻ ജയ്ദീപ് ഉണ്ട്. മൃദുലയുടെ വീട്ടിൽ ഇത്തവണ വലിയ ഓണാഘോഷമില്ല, അവർക്ക് വീട്ടിലൊരു സങ്കട സമയമാണ്. അതുകൊണ്ട് ഓണപ്പാട്ടൊക്കെ വൈറലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളെ കുറിച്ചായിരിക്കും നമ്മൾ മൃദുലയോട് സംസാരിക്കുക. മൃദുല വാര്യർ കുടുംബവും എല്ലാവരുമായിട്ട് ഒന്നിച്ചാണെന്നറിയാം. ഒപ്പം സഹോദരൻ ജയ്ദീപും ഉണ്ട്. റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് കാഴ്ചകളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കുറി ഓണം ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഓണവിശേഷം ഒന്നും ചോദിക്കുന്നില്ല. എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? ഹലോ സുജയ, ഒരുപാട് സന്തോഷം. ഒത്തിരി ഇഷ്ടമുള്ളൊരു ആളും കൂടിയാണ് കേട്ടോ സുജയ. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഓണനാളിൽ സുജയുടെ അടുത്ത് സംസാരിക്കാൻ, റിപ്പോർട്ടറുടെ പ്രേക്ഷകരുടെ അടുത്ത് സംസാരിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളന്ന് അവാർഡിന്റെ അന്ന് സംസാരിച്ചതാണ്. എൻ്റെ ബ്രദറാണ്. ഏട്ടൻ അതെ 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 അവാർഡിൻ്റെ അന്ന് സംസാരിച്ചതാണ്. അതെ, പിന്നെ വീണ്ടും ഇന്ന് ഒന്നും കൂടെ സംസാരിക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എൻ്റെ ഏട്ടൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ മാതിരി. അതെ, ഏട്ടൻ ബേസിക്കലി എൻജിനീയർ ആണ്. പക്ഷേ ഏട്ടൻ അതുപോലെ തന്നെ ഒപ്പം പാട്ടും കൂടെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ നമുക്ക് ജയേട്ടന്റെ ഒരു പാട്ടിലേക്ക് തുടങ്ങിയാലോ? ഇപ്പൊ ഭയങ്കര വൈറൽ ഗൈ ആയിട്ട് നിൽക്കുവാണ്. അതാ പറഞ്ഞേ, ജയേട്ടനെ വൈറൽ പാട്ടിലേക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഹലോ സുജയ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഒരു പാട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു ഓണപ്പാട്ട് ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ IT പ്രൊഫഷണൽസിന്റെ ഒരു കൂട്ടായ്മയായിട്ടൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ വൈറലായിട്ടുണ്ട്. തക്കത്തേ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ തക്കത്തേ 11 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് വരികൾ പാടാം. ഓക്കെ. തക്കത്തേ തേ തേ തക തകതേ തകതേ തേ തോ തകതേ തേ തേ തക തകതേ തകതേ തേ തോ കുടമുല്ലപ്പൂ വേണം, കുടമാറ്റം കാണേണം, നാട്ടറയാൽ തണലിൽ ചെറുഗ്രാമം വേണം. തകതിമിതേ തകതേ തേ തേ തക തകതേ തകതേ തേ തോ തകതേ തേ തേ തക തകതേ തകതേ തേ തോ. അപ്പൊ ആ വൈറൽ പാട്ട് പോയി സെർച്ച് ചെയ്യാൻ ആരും മറക്കണ്ട. ഞാനൊരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. പോരെ? ഇത് പോരെ? അപ്പൊ മൃദുലയുടെ പാട്ടില്ലാതെ നമുക്ക് എന്തോണം? മൃദുലയുടെ കുഞ്ഞി മോള് അവരൊക്കെ ആയിരുന്നു നമ്മള് കൂടുതൽ ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് കഴിഞ്ഞ തവണ ഓണത്തിന് എത്തിച്ചത്. അപ്പൊ ഇത്തവണത്തെ ഓണത്തിന് മൃദുല ചേട്ടനെയും കൊണ്ടാണ് വന്നത്. ചേട്ടൻ വൈറലായി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനെ കുറച്ച് മേളി പിടിക്കണം. അപ്പൊ മൃദുലയുടെ ഓണ സമ്മാനം ഇങ്ങനെ പോരട്ടെ. തീർച്ചയായിട്ടും ഓണപ്പാട്ട് എന്ന് പറയുമ്പം നമുക്ക് ഉത്രാട പൂനിലാവേ അതൊക്കെ തന്നെയാണ് ഓർമ്മ വരിക. പക്ഷെ എനിക്ക് തോന്നുന്നു ഓണമായിട്ട് ഒരു ഓണത്തിന്റെ വൈബ് കിട്ടുന്ന ഒരു പാട്ട് പാടാം അല്ലേ? അതെ, വൈബോണത്തിലേക്ക് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ എത്തുന്നുണ്ട്. അപ്പൊ മൃദുല തന്നെ തുടങ്ങിക്കോ, നമ്മുടെ കർട്ടൻ റൈസർ. ഓക്കെ, തീർച്ചയായിട്ടും. തന്നെ മൃദുലമായ ശബ്ദമാണ്, ഒപ്പം മധുരമായ ശബ്ദമാണ്. എല്ലാവരും തരാറുള്ള ഒരു കോംപ്ലിമെന്റ് ആയിരിക്കും അല്ലേ? താങ്ക് യു. അതെ, എല്ലാരും പറയാറുള്ള മൃദുല പേര് പോലെ തന്നെയാണെന്നൊക്കെ പറയാം. പക്ഷെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. അതെ, അതുകൊണ്ടാണ് കാരണം കൂടെ കുട്ടിക്കാലം തൊട്ട് കണ്ടുവന്ന ആൾക്കാരിക്കല്ലോ. ചേട്ടാ, മൃദുല ആളെങ്ങനെയാണ്? വീട്ടില് ടെററാണോ? വീട്ടിൽ യാതൊരു രക്ഷയില്ല. അയ്യോ, അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം നീ പാട്ട് പാടിക്കുമെന്ന് പറഞ്ഞു. യാതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവമാണെന്നാണ് ഉദ്ദേശം കേട്ടോ. അതെ, എനിക്ക് ശരിക്കും മനസ്സിലായി. അപ്പൊ ഈ ഒരു ഹിറ്റായ പാട്ടല്ലാതെ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടിയാലോ? ഒരു അടിച്ചുപൊളി പാട്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടറിന്റെ കൂടെ ചാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആണ്. നമ്മൾ രവീന്ദ്ര മാസ്റ്ററിന്റെ ഒരു സോങ് ആണ്. അതൊരു ഇതേമാതിരി ഓണം വൈബ് കിട്ടുന്ന ഒരു പാട്ടാണ്. ഓണപ്പാട്ടല്ല, പക്ഷെ ഓണം വൈബ് കിട്ടും എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ പ്രേക്ഷകർക്കായി.
വള്ളംകളി പമ്പാ നദിത്തീരത്ത് ആർപ്പുവിളി. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് കണ്ടിങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഡാൻസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഡാൻസ് വേണം, ചിലർ പറയുന്നത് ഇരുന്ന് അവതരിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ എനിക്ക് പണി തരാനായിട്ട് കുറേ പ്രേക്ഷകർ ഇങ്ങനെ കൂടി ഇങ്ങനെ സന്ദേശങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു മൃദുലയുടെ പാട്ട് വന്നപ്പോൾ. ആ പാട്ടിനൊപ്പം എല്ലാവരും കൂടിയിട്ടുണ്ട്. ഇത്തവണ ഓണാഘോഷം ഇല്ല. ഇനി അങ്ങോട്ടുള്ള പരിപാടികളൊക്കെ എന്താണ്? അതായത് ഇനിയിപ്പോൾ പുതിയ പുതിയ പാട്ടുകൾ നമുക്ക് മൃദുലയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അപ്പം മൃദുല, ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ തടസ്സം വന്നിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ സന്ദേശത്തിലേക്ക് ഞാൻ പോയപ്പോഴേക്കും മാവേലി ചാനലിലിരിക്കാതെ പ്രജകളെ കാണാൻ പോകുന്നുണ്ട്, ഉറപ്പായിട്ടും പോകുന്നുണ്ട്. പ്രജകളെയൊക്കെ ഒന്ന് കാണാനായിട്ട് മാവേലി ഇറങ്ങിയിട്ടുണ്ട്. ആ മാവേലി ഇങ്ങ് തിരിച്ചു വന്നിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. മാവേലിയെ നമ്മൾ ഇന്ന് റാഗ് ചെയ്യും. മാവേലി കേരളം മുഴുവൻ ഓണം ആഘോഷിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ മാവേലിയെ നമ്മൾ ഇന്ന് റാഗ് ചെയ്യും. മാവേലിയെ കൊണ്ട് നമ്മൾ കുറച്ച് പണി എടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പ്രേക്ഷകർ കാത്തിരുന്നോളൂ. കിട്ടില്ലൻ ആഘോഷങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. പൂജ, നമുക്കപ്പോൾ മൃദുലയുടെ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മൈലക്കരയിലോട്ടൊന്ന് പോയാലോ? പൂജ നമ്മുടെ പ്രൊഡ്യൂസർ. ഓക്കെയാണ്. അവിടെ എന്താ പാലുകാച്ചിൽ, ഇവിടെ പറഞ്ഞു വരേ. അതെ അതെ അതെ. അപ്പൊ നമുക്കെന്നാ ഇനി പിന്നെ താലികെട്ടിലേക്ക് അല്ല, സോറി, പാട്ടിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് സുജയ? ഓണത്തിന്റെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഓണത്തിന്റെ ഒരു ഓളം കിട്ടുന്ന ഒരു പാട്ട്. ഉച്ചയായില്ലേ, എല്ലാവരും സദ്യയൊക്കെ റെഡിയാക്കി കാത്തിരിക്കുവാണ്. ഓക്കെ. ഞാൻ തന്നെ പാടിയൊരു മോഹൻ സിത്താര സാറിന്റെ മ്യൂസിക്കിൽ ഞാൻ തന്നെ പാടിയൊരു പാട്ടാണ്. അത് രണ്ടുപേരും പാടാം. കാക്കപ്പൂവിന് കാതിലിടാനൊരു കുണുക്ക് തീർക്കണവേല്, തന്നനാരേ താനാനാരേ തന്നനാരേ താനാനാരേ. കാക്കപ്പൂവിന് കാതിലിടാനൊരു കുണുക്ക് തീർക്കണവേല്, മുക്കുറ്റി പെണ്ണിന് മൂക്കുത്തിയാക്കാനും മുത്തോളം പൂമ്പൊന്ന്, മുത്തോളം പൂമ്പൊന്ന്. കാക്കപ്പൂവിന് കാതിലിടാനൊരു കുണുക്ക് തീർക്കണവേല്, കുണുക്ക് തീർക്കണവേല്, കുണുക്ക് തീർക്കണവേല്. അങ്ങനെ കുണുക്ക് തീർക്കുന്ന വെയിൽ ഇങ്ങനെ കത്തി കാളി വരികയാണ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. സാധാരണ നിങ്ങൾ വീട്ടിൽ സദ്യയിൽ ചേട്ടൻ ഇഷ്ടമുള്ള വിഭവം എന്താണ്? രണ്ടുപേരോടും ചോദിക്കട്ടെ. ചേട്ടൻ ഇഷ്ടമുള്ള വിഭവം എന്താണ് മൃദുല? അത് ശരിയായിട്ട് സത്യസന്ധമായ ഉത്തരവാണോ എന്ന് ചേട്ടനും പറയണം. പറഞ്ഞു കൊടുക്കരുത്. മൃദുല പറയൂ, ചേട്ടൻ ഇഷ്ടമാണ്. പായസം ഭയങ്കര ഇഷ്ടമാണ്. ആ പായസം എല്ലാവർക്കും ഇഷ്ടമാണ്. ഏത് പായസോ? ഏത് പായസം? എല്ലാ പായസവും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ കുറച്ചേ കിട്ടാറുള്ളൂ. അതാണ് അവസ്ഥ. ഏട്ടനുണ്ടെങ്കിൽ അതാണ് അവസ്ഥ. അപ്പൊ പായസക്കൊതിയനാണ്. എല്ലാ പായസവും ആണോ? പായസക്കൊതിയനാണോ? ശരിയാണോ? ഉത്തരം ശരിയാണോ? പായസക്കൊതിയനാണ്. മധുരം ഭയങ്കര ഇഷ്ടം. എല്ലാം സംഭവം ശരിയാണ്. ആണ്. ഇനി തിരിച്ചും ചോദിക്കണം കേട്ടോ. അതെ. മൃദുലയ്ക്ക് ഇഷ്ടമുള്ള എന്താ? ചേട്ടൻ പറയൂ. എനിക്ക് തോന്നുന്നത് സാമ്പാർ. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ല. പക്ഷെ ബാക്കി ഇലയിലുള്ള എല്ലാ സംഭവവും നീറ്റായിട്ട് വടിച്ച് തുടച്ച് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇല ക്ലീൻ ആയിരിക്കും. കുട്ടിക്കാലത്ത് ചേട്ടനുമായിട്ട് അടിയിട്ടിട്ടുള്ളത് എന്തിനാണ്? അമ്മ ഉണ്ടാക്കുന്ന ഏത് ആഹാരം കൂടുതൽ ചേട്ടന് കൊടുത്തു എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ടുണ്ട് മൃദുല? അയ്യോ, ഒന്നും പറയണ്ട. ഞാൻ ഭയങ്കര പാവമായിരുന്നു കേട്ടോ കുട്ടിക്കാലത്ത്. അത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, എനിക്ക് മനസ്സിലായി. കറിയൊക്കെ വിളമ്പി കഴിക്കാൻ തുടങ്ങും. അപ്പൊ ഞാനിങ്ങനെ കറികളൊക്കെ ഇങ്ങനെ കുട്ടിയായിരിക്കുമ്പോ പാസ്റ്റാണ്. അതായത് കുട്ടിയായപ്പോഴാണോ അതോ മൃദുല കുട്ടിയായിരുന്നപ്പോഴാണോ? എന്നിട്ട് ഞാൻ കുട്ടിയായിപ്പോ അല്ലേ, അതല്ലേ ഉദ്ദേശിച്ച്. അപ്പോൾ ഞാനിങ്ങനെ കറികളൊക്കെ വിളമ്പി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടൻ ഇങ്ങനെ വിളിക്കും, ആരോ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ തിരിയുമല്ലോ. അപ്പോൾ തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇലയിലേക്ക് നോക്കുമ്പോൾ ഫുൾ ക്ലീൻ ആയിരിക്കും. ആള് സ്വന്തമായിട്ട് വിളമ്പി കഴിക്കുന്ന പരിപാടിയില്ല. എൻ്റെ ഇലയിൽ എന്താണോ, എൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുകയുള്ളൂ. എൻ്റെ ഇലയിൽ എന്താണോ അതൊക്കെ പുള്ളിയുടെ ഇലയിലിട്ട്
സുഖമായിട്ട് കഴിക്കും. അതാണ് പരിപാടി. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇലയിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരാളാണ് എൻ്റെ ഏട്ടൻ. അപ്പൊ ഏട്ടന് ചെറുപ്പം തൊട്ടേ പാട്ടിലായിരുന്നോ താല്പര്യം, അതോ മൃദുലയ്ക്കായിരുന്നു? അന്ന് അതെ അല്ല, അന്ന് ഇലയെന്ന് കുറച്ചെങ്കിലും എടുത്ത് ഞാൻ കഴിച്ചുകൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള പാട്ട് എനിക്കും കിട്ടി, അല്ലെങ്കിൽ ഫുള്ള് പാട്ട് അങ്ങോട്ട് പോയിരുന്നു. ഏട്ടൻ സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് പാട്ട് കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. കാരണം ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. കാണാൻ വലിയ ഇത് വ്യത്യാസം തോന്നില്ലെങ്കിലും അപ്പോൾ ഞാൻ കുഞ്ഞു പെങ്ങളായിരുന്നു. അപ്പോൾ ചേടാ സുജയ ഞാൻ ആദ്യം പറഞ്ഞ് തിരിച്ചെടുക്കും കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ആങ്കറാണ്, റിപ്പോർട്ടറാണെന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുവേ. അല്ല ശരിക്കും സഹോദരങ്ങളാവുമ്പോഴേ കാരണം തന്നെ ഒരു കുഞ്ഞ് മൃദുല, ഈ പ്രായവ്യത്യാസമുള്ള സഹോദരങ്ങളാകുമ്പോൾ ഏട്ടന്റെ ഭയങ്കര കെയറിങ് ആയിരിക്കും. അങ്ങനെ ഏട്ടന്മാർ അനിയത്തി ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കും, വലിയ ലാളിക്കയായിരിക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കൊരു ഏട്ടനില്ല, ഞാൻ ഒറ്റ മോളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഏട്ടൻ കുഞ്ഞിലത്തെ ആ ഒരു കെയർ ഒക്കെ ഇപ്പോഴും ഉണ്ടോ? കെയർ ഏട്ടായി ആണോ? ആ കെയർ ഇപ്പം ഇല്ല. പണ്ട് ഭയങ്കര കെയറിങ് ഒക്കെ ആയിരുന്നു. പണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ കെയറിങ് എക്സ്ട്രാ എല്ലാവരെയും കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കുറച്ച് കെയറിങ് കൂടുതൽ തരാറുണ്ട്. എസ്പെഷ്യലി സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര കെയറിങ് കൂടുതൽ കിട്ടാറുണ്ട് എനിക്ക്. അപ്പൊ ഏട്ടന് വേണ്ടി ഒരു പാട്ടുകൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. എന്നാലും ഏട്ടന് നല്ല സ്നേഹമുണ്ട്, എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല സന്തോഷമുള്ള ഒരു ഫ്രെയിമാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടുകൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. മൃദുല, ഏട്ടന് വേണ്ടി ഒരു പാട്ട്. താങ്ക് യു. ഓ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടി ഒരുമിച്ച് പാടട്ടെ, നല്ല തോന്നുന്നു. ഒരു ഉത്രാട പൂനിലാവ് ഒരുമിച്ച് പാടാം. തീർച്ചയായിട്ടും. സരിഗപനി സപ്പ ഗരി നീ സപഗ പരിഗ സരി സരിഗ 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 പസനി സ പരിഗ 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 നിഗരി നീ പനി ബഗ ബഗ സരി സരിഗ 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 പാനി. ഉത്രാട പൂനിലാവ് വന്നു, നിലാവ് പരത്തി, ഇതാ തിരുവോണം പുലർന്നു, തിരുവോണം ഉച്ചയായി. ഇനിയിപ്പോ ഓണാഘോഷം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ചോദിക്കാതിരുന്നത് അതുകൊണ്ടാണ്. അടുത്ത ഓണം നമുക്ക് ഗംഭീരാക്കാം. വീട്ടിലെല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയുക. ഒത്തിരി സന്തോഷം ഈ ഒരു സമയത്ത് തിരുവോണ ദിവസത്തിൽ നിങ്ങളെ നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം നമുക്ക് പാട്ടൊക്കെ പാടി സന്തോഷമാക്കിയതിന് ഒത്തിരി സന്തോഷം മൃദുല, ജയദേവ്.